ഹായ് ഫിഷ് ഡോക്ടേഴ്സ്. എല്ലാവരും നല്ല ടെൻഷനിലാണല്ലേ? അതായത് അത്യാവശ്യം സ്റ്റക്കായി നിൽക്കുന്ന സമയമാണ്. നമ്മളുടെ പ്രിപ്പറേഷൻ അതിൻ്റെ ഏറ്റവും ഫൈനൽ സ്റ്റേജിലേക്ക് കയറാൻ പോകുന്ന സമയമാണ്. നമ്മൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് നമ്മളുടെ ബാച്ചസ് ഒക്കെ ഫിനിഷ് ചെയ്തു. നിങ്ങൾ ഓരോരുത്തരും ഓരോ ബാച്ചിൽ പഠിച്ചവരായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ സൈലത്തിൻ്റെ ഭാഗം അല്ലാത്തവർ ഈ വീഡിയോസ് കാണുന്നവരുണ്ടാകും. സോ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നീറ്റിന് വേണ്ടി പ്രിപ്പയർ ഇരുന്നവരായിരിക്കും നിങ്ങൾ. അപ്പോൾ ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് എല്ലാ നീറ്റ് ആസ്പിരൻസിനും നല്ല ടെൻഷനും നല്ല സ്ട്രെസ്സും അത്യാവശ്യം നല്ല ആങ്സൈറ്റിയും ഒക്കെ ഉള്ള ഒരു സ്റ്റേജാണ്. ഇഫ് യു ആർ എ ട്രൂ ആസ്പിരൻറ്റ്. ഇതൊന്നും നിങ്ങൾക്ക് ഇല്ലെങ്കിൽ വളരെ നല്ലത്. രണ്ട് രീതിയിൽ അതിനെ നമുക്ക് എടുക്കാം. ഒന്ന്, നിങ്ങൾ വളരെ പോസിറ്റീവാണ്, നല്ലപോലെ പഠിച്ച് മുമ്പോട്ട് പോകുന്നുണ്ട്, നിങ്ങൾ അത്യാവശ്യം കുഴപ്പമില്ല, കോൺഫിഡൻ്റ് ആണ്. മറ്റൊന്ന്, നിങ്ങൾക്കൊന്നും അറിയില്ല, അതുകൊണ്ട് നിങ്ങൾ ഇതിനെക്കുറിച്ച് ഒന്നും ബോധേഡ് അല്ല, ഭയങ്കര കെയർ ഫ്രീ ആറ്റിറ്റ്യൂഡിൽ പോവാണ്. So if you are a serious aspirant, if NEET is your goal, NEET 2025 ക്ലിയർ ചെയ്യുന്നതാണ് നിങ്ങളുടെ ഗോളെങ്കിൽ ഈ സമയം നമ്മൾ വളരെ സീരിയസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഞാനിങ്ങനെ എന്ത് വന്നിട്ട് നിങ്ങളോട് പറയും, ലൈക്ക് വാട്ട് ഈസ് ദാറ്റ് ഐ ഷുഡ് ബി ടെലിങ് യു ഗൈസ് ദിസ് ടൈം. ബിക്കോസ് നിങ്ങളുടെ അടുത്ത് ഒരുവിധം കാര്യങ്ങളൊക്കെ എന്ത് ശ്രദ്ധിക്കണം, നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ വന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇനി അങ്ങോട്ടുള്ള ദിവസം നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇസ് ടു കൺട്രോൾ അവർ മൈൻഡ്, അവർ തോട്ട്സ്. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. മുമ്പും മിസ് ഷോർട്ട് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, യുവർ തോട്ട്സ് ആർ ദ മോസ്റ്റ് ഡിസ്ട്രാക്റ്റിംഗ് ഫാക്ടർ വെൻ ഇറ്റ് കംസ് ടു യുവർ പ്രിപ്പറേഷൻ. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പം എങ്ങനെ നിങ്ങളുടെ മനസ്സിനെ വെക്കുന്നു, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ അനാവശ്യമായിട്ട് കുറേ കാര്യങ്ങൾ ആലോചിച്ച് കൂട്ടുന്നുണ്ട്, അതുവഴി നമ്മൾ ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ആകുന്നുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്ന് നിങ്ങളെ തന്നെ കമ്പയർ ചെയ്യാതിരിക്കുക. ബിക്കോസ് ഓൺലി യു നോ യുവർ സ്റ്റോറി. അപ്പം നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പഠിച്ചു പോവുക. പിന്നെ എന്ത് നിങ്ങൾ പഠിച്ചാലും കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക. നിങ്ങൾ ഓൺലൈനിൽ പഠിക്കുന്നവരാകാം, ഓഫ്ലൈനിൽ പഠിക്കുന്നവരാകാം, ക്രാഷിൽ ജോയിൻ ചെയ്യാൻ പോകുന്നവരാകാം. വട്ട് എവർ ദാറ്റ് യു ആർ ഗോയിങ് ടു ഡു, പ്ലീസ് ബി കൺസിസ്റ്റൻറ്റ് വിത്ത് ദാറ്റ്. ഇനി അങ്ങോട്ടുള്ള സമയമെങ്കിലും ആദ്യം ഒരു ചാപ്റ്റർ വായിക്കാൻ തുടങ്ങുന്നു, അയ്യോ ഇതെനിക്കൊന്നും അറിയില്ല, കുഴപ്പമില്ല, ഇനിയിപ്പം ഇത് വേണ്ട, എന്നാൽ ഫിസിക്സ് നോക്കാം. ഫിസിക്സ് വായിക്കാൻ തുടങ്ങുന്നു, അപ്പോൾ കെമിസ്ട്രി നോക്കാം. ഇങ്ങനെ അവിടെ ഇവിടെയും തൊടാതെ പഠിക്കരുത്. നിങ്ങളെ തന്നെ ചീറ്റ് ചെയ്യരുത്. പ്ലീസ് ബി ട്രൂ ടു യുവർ സെൽഫ്. ഒരുപാട് മോട്ടിവേഷണൽ സ്റ്റോറീസും കാര്യങ്ങളും വീഡിയോസും ഒക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടാകും, നിങ്ങളെ പല കാര്യങ്ങളും മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടാകും. ബട്ട് യു നോ വൈ യു കാൻഡ് ബി ഗെറ്റിംഗ് മേ ബി so many things that you're listening, but maybe nothing is influencing you. നിങ്ങളുടെ ഒരു മാറ്റം ഒന്നിനും വരുത്താൻ പറ്റുന്നുണ്ടാവില്ല. ദാറ്റ് മേ ബി ബിക്കോസ് നിങ്ങളുടെ സ്റ്റോറി ഡിഫറെൻ്റ് ആയിരിക്കും, നിങ്ങൾ വന്ന വഴി ഡിഫറെൻ്റ് ആയിരിക്കും. എന്നാലും മിസ് ഒരു കാര്യം പറയാം, നമ്മുടെ ലൈഫിൽ കുറേ കാലം കഴിയുമ്പോഴാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത് നമ്മളുടെ ശരിക്കുള്ള ലക്ഷറി എന്തായിരുന്നുള്ളത്. ട്രൂ ലക്ഷറി, വാട്ട് ഇസ് എ ട്രൂ ലക്ഷറി ഇൻ യുവർ ലൈഫ്? ഒരു സ്റ്റേജിൽ നമ്മൾ വിചാരിക്കും, ചിലപ്പോൾ നമ്മൾ ഇപ്പോൾ വിചാരിക്കുന്നത് എന്താ, എനിക്ക് നല്ല ഡ്രസ്സ് വേണം, നല്ല നല്ല ഫോൺ യൂസ് ചെയ്യണം, നല്ല ഫുഡ്, അടിപൊളി ഫുഡ് കഴിക്കണം, കുറേ സ്ഥലങ്ങളൊക്കെ ട്രാവൽ ചെയ്യണം. ഇതൊക്കെയാണ് ശരിക്കുള്ള ലക്ഷറീസ്. ബിക്കോസ് യു സീ പീപ്പിൾ ഡൂയിങ് ദാറ്റ്, അല്ലേ? നമ്മൾ കഷ്ടപ്പെട്ട് ഈ ചൂടത്തിരുന്ന് ഭയങ്കര വിഷമിച്ച് പഠിക്കുന്നു. പിന്നെ നമ്മൾ ഒരു ഫോണോ മൂവീസോ ഒന്നും കാണാതെ നമ്മൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് നമ്മുടെ പ്രിപ്പറേഷൻ മുമ്പോട്ട് കൊണ്ടുവന്നു. പക്ഷെ നമ്മുടെ കുറേ ഫ്രണ്ട്സൊക്കെ, ബിക്കോസ് ദേ ഹാവ് മേ ബി ദേ കോൾ ദം ദ സോ കോൾ പ്രിവിലേജ്ഡ് ഗ്രൂപ്പ് ഓർ വാട്ട് എവർ, അവരവരുടെ ലൈഫ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നു. ഇതിനെക്കുറിച്ചൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഈ സ്ട്രഗിൾ ചെയ്യേണ്ടതും ഈ പരീക്ഷയ്ക്ക് പഠിച്ച് കഷ്ടപ്പെട്ട് എഴുതി ഗവൺമെൻറ് സീറ്റ് മേടിക്കേണ്ട ആവശ്യമൊന്നും അവർക്കില്ല. അങ്ങനെ ഉള്ള കുറേ ആളുകളെ നിങ്ങൾ നിങ്ങളുടെ ചുറ്റിലും കാണുന്നു. സോ യു വിൽ ബി തിങ്കിങ്, വിൽ ബി വണ്ടറിങ്, എൻ്റെ ലൈഫ്, വിൽ മൈ ലൈഫ് എവർ ബി ലൈക്ക് ദാറ്റ്? എന്തെങ്കിലും ഒരു കാലത്ത് എൻ്റെ ലൈഫ് അങ്ങനെ ആകുമോ എന്ന് നിങ്ങൾ വിചാരിച്ച് കുറേ വിഷമിക്കുന്നു, അല്ലേ? നിങ്ങളെ തന്നെ കമ്പയർ ചെയ്യുന്നു. കാരണം നിങ്ങളിപ്പോൾ വിചാരിക്കും, പഠിച്ചിട്ടും എവിടെ ആവുന്നില്ല, സ്കോറും ഇമ്പ്രൂവ് ആവുന്നില്ല, കഷ്ടപ്പാടാണെങ്കിൽ ഇഷ്ടം പോലെയുണ്ട്, ടെൻഷനാണെങ്കിൽ ഇഷ്ടം പോലെയുണ്ട്, അതിനും ഒരു കുറവുമില്ല നമ്മൾ വിചാരിക്കും. ഓക്കെ, ബട്ട് പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, യു ആർ നോട്ട് അലോൺ. Each and every aspirant who is preparing correctly is going through this. Just because some people are showing you a very happy and very lively life out there doesn't mean that they're happy. Okay, you don't know what's going on inside their mind, you don't know what's going on in their personal life. So don't think that അവരൊക്കെ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടാണ് എല്ലാം പോകുന്നതെന്നുള്ളത്. കുറേ കാലം കഴിഞ്ഞ് ആണ് നമ്മൾ റിയലൈസ് ചെയ്യുക, നമ്മളുടെ ലൈഫിലെ ഏറ്റവും വലിയ ലക്ഷറി എന്നുള്ളത് നമ്മുടെ പീസ് ഓഫ് മൈൻഡാണ്, സമാധാനം. നമ്മുടെ ചുറ്റുമുള്ളവർക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും പിന്നെ നമ്മൾക്കും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കാൻ പറ്റുക, അവർക്ക് പറ്റുന്നതൊക്കെ നമ്മളെ കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റുക. സംടൈംസ് വി റിയലൈസ് അതാണ് ശരിക്കുള്ള നമ്മുടെ ലക്ഷറി എന്ന് പറയുന്നത്. ആൻഡ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള അതിനായിട്ടുള്ള ഏറ്റവും പ്രഷ്യസ് അസറ്റാണ് നിങ്ങളുടെ ടൈം, സമയം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? സമയത്തിനെ
ഏറ്റവും നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. ഇനി അങ്ങോട്ടാണെങ്കിലും നമുക്ക് പഠിക്കാം. എന്നോട് കുറേ കുട്ടികളൊക്കെ കഴിഞ്ഞ ദിവസം ഒരാൾ വലിയൊരു മെസ്സേജൊക്കെ അയച്ചു ചോദിച്ചിരുന്നു, ഫുൾ സ്റ്റഡി പ്ലാൻ ഒക്കെ സെറ്റാണ് മിസ്സേ, എല്ലാം റെഡിയാണ്, ഞാൻ പഠിക്കുന്നുണ്ട്, ഞാൻ ഓരോ സബ്ജക്റ്റ് ആക്കി നോക്കി പഠിക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ സ്കോർ ഇമ്പ്രൂവ് ചെയ്യുന്നില്ല. അപ്പം ഇനി അങ്ങോട്ടുള്ള 45 ഡേയ്സ് ഞാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് 700+ ഒക്കെ സ്കോർ കിട്ടുമോ, എനിക്ക് 600+ സ്കോർ കിട്ടുമോ? പോട്ടെ ഈ മാം മിസ്, ഇനി എനിക്കിപ്പോൾ 200 എനിക്ക് മോക്ക് ടെസ്റ്റിൽ സ്കോർ വരുന്നുള്ളൂ, ഇനി അങ്ങോട്ടുള്ള 45 ദിവസം ഞാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എനിക്കൊരു 500 മുകളിൽ കയറാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെ ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്. അപ്പം ഞാൻ ഇവരോടൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, സി വാട്ട് യു ഹാവ് സ്റ്റഡീഡ് ടിൽ നൗ, only you know that, and your NEET 2025 score totally depends on how you spent your last year. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്, ഇറ്റ്സ് എ റിയാലിറ്റി. അത് നമ്മൾ ഇനി വെറുതെ ഞാൻ നിങ്ങളെ ഭയങ്കരമായിട്ട് അങ്ങ് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ എത്ര സിലബസ് പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തുമാത്രം അറിയാമെന്നുള്ളത് ഓൺലി യു നോ ദാറ്റ്. പക്ഷേ ദർ ഈസ് വൺ തിങ് വി ക്യാൻ ഡെഫിനറ്റ്ലി വർക്ക് ഓൺ. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങളുടെ നീറ്റ് സ്കോറിനെ ഡ്രാസ്റ്റിക് ആയിട്ട് മാറ്റും. സോ ഇനി അങ്ങോട്ടുള്ള ദിവസം ഞാനൊരു പ്ലാൻ ഫോളോ ചെയ്യാൻ പോവാണ്, ഞാൻ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോവാണ്, ഞാൻ ടോട്ടലി PYQ ബേസ്ഡ് ആയിട്ട് റിവിഷൻ ചെയ്യാൻ പോവാണ് എന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കോർ എന്താണെങ്കിലും മാറും. ഇപ്പം നിങ്ങൾ ഏത് ലെവലിൽ നിന്നാലും ഇനി അങ്ങോട്ടുള്ള ദിവസം നിങ്ങൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നോ, ദാറ്റ് ഈസ് ഗോയിങ് ടു ചേഞ്ച് യുവർ സ്കോർ, ദാറ്റ്സ് ഗോയിങ് ടു ഡെഫിനറ്റ്ലി എഫക്ട് യുവർ സ്കോർ. ബട്ട് ഐ കനോട്ട് ടെൽ യു എന്ന് വെച്ചിട്ട് 720 നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് ഞാൻ പറയില്ല. വൈ? ബിക്കോസ് യു ആർ ദ വൺ ഹൂ ഈസ് ഗോയിങ് ടു സ്റ്റഡി. കറക്റ്റ്? പഠിച്ചോ മക്കളെ, പഠിച്ചോ, വേറെ ഒരു വഴിയില്ല. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നല്ല പോലെ പഠിക്കുക. നമ്മളുടെ ക്രാഷ് ബാച്ചസ് വരുന്നുണ്ട്, എൻഡ് ഗെയിം വരുന്നുണ്ട്, ആൻഡ് ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പഠിക്കാം. ക്വസ്റ്റ്യൻ തന്നെ പഠിക്കുന്നവരാണെങ്കിൽ ടോട്ടലി ഒരു ലാസ്റ്റ് 10 ഇയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് എടുക്കുക, ടോട്ടൽ റിവിഷൻ ബേസ്ഡ് ഓൺ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുക. അത് നിങ്ങളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എന്ത് ചെയ്യുകയാണെങ്കിലും ഇനി അങ്ങോട്ട് ഡിസ്ട്രാക്ഷൻസ് ഇല്ലാതെ അയ്യോ ഞാൻ പഠിച്ചില്ലെങ്കിൽ എന്ന് ആലോചിച്ചിട്ട് എന്ത് പറ്റും, എനിക്ക് മാർക്ക് കുറഞ്ഞാൽ എല്ലാവരും എന്ത് പറയും, എനിക്ക് MBBS കിട്ടുമോ, ഇനി കിട്ടിയില്ലേ ഞാൻ ലൈഫിൽ എന്ത് ചെയ്യും, ഞാൻ സ്റ്റക്കായി പോവോ, ഞാൻ യൂസ്ലെസ് ആയി പോവോ എന്നൊക്കെ ആലോചിച്ച് നിങ്ങൾ കളയുന്ന ഈ സമയം, please use it wisely because it is so precious. Okay, I just wanted to come up and say this message to you. I hope this was helpful. അപ്പം ഇനി എന്ത് സംഭവിച്ചാലും ഇനി അങ്ങോട്ടുള്ള സമയം നമ്മൾ പഠിക്കും. ഓക്കെ, നിങ്ങൾ പിന്നെ ആഗ്രഹിക്കുന്നത് 500 ആണെങ്കിൽ നിങ്ങൾ എന്താണെങ്കിലും 700-ലെത്തും. ഇറ്റ് ഈസ് മൈ പ്രോമിസ് ടു യു. ബട്ട് പ്ലീസ് ബി കൺസിസ്റ്റൻറ്റ്. വിഷിംഗ് യു ദ വെരി ബെസ്റ്റ്. ബൈ.